ഇപ്പോൾ നടൻ ജോജു ജോർജ് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരിക്കൽ കൂടി. ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല. ഞാൻ ഇല്ല, നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ലെന്ന് തീരുമാനിച്ചു, അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കും. കാരണം വെച്ചാൽ എന്റെ മൈൻഡ് അതിന് പ്രിപ്പയർ അല്ല. തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ്, ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഇത് യാതൊരു തർക്കമില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല, ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് വായിച്ചപ്പോൾ. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നടന്നൊരു കാര്യം, അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്ന് ഉറപ്പായിട്ടും ചെയ്യില്ലായിരുന്നു. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറിയ അതൊന്നുമല്ല വിഷയം. എനിക്ക് ഇപ്പം എന്റെ സ്വഭാവമല്ലല്ലോ എന്റെ വീട്ടുകാര്, എന്റെ കുടുംബം, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ. അപ്പൊ അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇന്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയത്. അത് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജീവിക്കുന്ന എന്റെ ഒരു സാഹചര്യത്തില് ഇപ്പൊ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു, നല്ല അസ്ഥലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്കത് കൊണ്ടതുകൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ പോയപ്പോ ഞാനത് ഓർത്തു, ഞാൻ അവിടെ അത് പറഞ്ഞതാണ്. പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു, തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തു വിടണം. കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഏതാ ഞാൻ പറയാം, എന്ത് പറഞ്ഞിട്ടുള്ള കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത്? ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം, ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരുന്നില്ല. ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലി ഇട്ടുകൊണ്ട് മാത്രമാണ്, അതല്ലാതെ എനിക്കിതില്ല. പിന്നെ എന്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ. ഞാൻ താങ്ക്ഫുള്ളാണ്. ഞാനിതൊരു വാഗ്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല അത്. ഇത് വിഷയമായി ഇപ്പൊ എന്റെ മുഖം രക്ഷിക്കാനാണ് ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം. സിനിമയിലെ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. എഗ്രിമെന്റ് പുറത്തുവിടട്ടെ എന്നാണ് ഇപ്പോൾ ജോജു ജോർജ് ആവശ്യപ്പെടുന്നത്. അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് അഭിനയിക്കണം അല്ലെങ്കിൽ അത്തരത്തിലൊരു സിനിമ അഭിനയിക്കണം എന്നതായിരുന്നില്ല. ഫെസ്റ്റിവലിനായി നിർമ്മിച്ച സിനിമയാണ് എന്ന് പറഞ്ഞാണ് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചത് എന്നാണ് ജോജു പറയുന്നത്.